നമസ്കാരം, കീ ടു വിൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് PSC എക്സാം എഴുതുന്നതിനിടെ നമുക്കുണ്ടാകുന്ന ടെൻഷൻ എങ്ങനെ കുറയ്ക്കാമെന്നാണ്. ഈയിടെ പ്രിലിംസ് എക്സാമും അതുപോലെ തന്നെ HSC ഒക്കെ എഴുതിയ എൻ്റെ ചില ഫ്രണ്ട്സ് എന്നോട് പറയുണ്ടായി, ടെൻഷൻ അടിച്ചിട്ട് കൈ വിറച്ചു പോയി, അതുകൊണ്ട് കറപ്പിക്കുമ്പോൾ പുറത്തേക്ക് പോയി, ആദ്യം കുറേ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് അറ്റൻഡ് ചെയ്ത് വന്നു. അങ്ങനെ ചെയ്തപ്പോൾ അവസാനം വന്ന ക്വസ്റ്റ്യൻസൊക്കെ ടെൻഷൻ അടിച്ചിട്ട് അറിയാവുന്നത് കൂടി അങ്ങ് തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നിങ്ങൾക്ക് ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് വിദ്യകൾ എനിക്കറിയാവുന്നത് പറഞ്ഞു തരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെൻഷൻ കുറയ്ക്കാനുള്ള വഴി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിന് മുന്നേ തന്നെ എക്സാം ഹാളിൽ എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങൾ ട്രാഫിക് ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പെട്ട് എക്സാം തുടങ്ങാറൊക്കെ ആകുമ്പോഴാണ് എത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കും. ആ ടെൻഷൻ നിങ്ങളെ കൂടെ തന്നെ എക്സാം ഹാളിലേക്കും കയറിയിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എത്താൻ വേണ്ടി നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് റിവിഷൻ ചെയ്തിട്ടൊക്കെയാണ് എത്തുന്നത്. അയ്യോ ഇനി ഞാൻ പഠിക്കാത്ത ഭാഗത്തുനിന്ന് വന്നാലോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അതാണ് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾ കുടുങ്ങി പോകാൻ പാടില്ല. ഏതെങ്കിലും അറിയാത്ത ചോദ്യം വന്നു കഴിഞ്ഞാൽ സമയം കളയാണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയോ, അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ പോകണം. കൂടാതെ പരീക്ഷയ്ക്ക് തലേ ദിവസം രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങണം. നല്ല പോലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഹെഡേക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ടെൻഷൻ അടിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ തലവേദന കാരണം എഴുതാൻ പറ്റില്ലാത്ത പ്രശ്നം വരും. അപ്പോൾ മതിയായിട്ടുള്ളൊരു വിശ്രമം എടുക്കുന്നത് നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ എക്സാം ഹാളിൽ ചില ആൾക്കാരുണ്ട്, ഈ ആൻസർ ഷീറ്റ് ആ ബെല്ലടിക്കുന്നതിന് മുന്നേ തന്നെ ഇതങ്ങ് പൊക്കി നോക്കാൻ തുടങ്ങും. ഓരോരോ പേജും അതിൻ്റെ ഉള്ളിൽ കൂടെ പൊക്കി നോക്കിയിട്ട് ഓരോരോ പേജിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വായിച്ച് നോക്കാനുള്ള ഒരു ധൃതിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പക്ഷേ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഉറപ്പായിട്ടും ടെൻസ്ഡ് ആവും. അത് പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് ചെയ്യാൻ കൂടെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ദീർഘമായിട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. അങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക കേട്ടോ. അതായത് ഇപ്പോൾ ഒരു മൂക്കിങ്ങനെ അടച്ചു പിടിച്ച് ശ്വാസം ഉള്ളിലേക്ക് വിട്ടിട്ട് മറ്റേ മൂക്ക് കൂടെ പുറത്തേക്ക് ശ്വാസം കളയുക. അതുപോലെയുള്ള ടെക്നിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എക്സാം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കാമായിട്ട് കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക കുറച്ച് നേരം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാവും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ശ്രദ്ധയോടെ വായിക്കാനും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കറപ്പിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻസ് വായിക്കണം. എന്നിട്ട് അറിയാവുന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ആത്മവിശ്വാസത്തോടെ കൂടെ തന്നെ ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. അല്ലെങ്കിൽ അടുത്തതും കൂടെ എന്താവും, നിങ്ങൾ വായിച്ചിട്ട് തെറ്റിപ്പോവും. അതുപോലെ നല്ല ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. വായിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ ശരിയല്ലാത്തതേത് അങ്ങനെയുള്ള ചോദ്യമൊക്കെ വരൂലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ശരിയായതായിരിക്കും കാണും, അയ്യോ ഇതാണല്ലോ എന്ന് വിചാരിച്ച് ആദ്യത്തേതൊക്കെ കറപ്പിച്ച് വെക്കും. അതുകൊണ്ട് ശരിയായിട്ട് തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ വായിച്ചിട്ടൊക്കെ പോകണം കേട്ടോ. പിന്നെ മറ്റുള്ള അപ്പുറത്തിരിക്കുന്ന ആളുടെ ക്വസ്റ്റ്യൻ അറിയാണ്ട്, ചിലപ്പോൾ ആ ക്വസ്റ്റ്യനല്ല ആൻസർ ഷീറ്റ് നമ്മൾ അറിയാണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിലിങ്ങനെ കുറേ ചിലപ്പോൾ 100 എണ്ണവും കറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളാണെങ്കിൽ അറിയാവുന്ന ഒരു 10-80 എണ്ണമൊക്കെ കറപ്പിച്ച് വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താവും, നമുക്ക് ആകെ ടെൻഷനാവും, അയ്യോ ഞാൻ അത്രയൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ചിന്തയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങളുടേതായിരിക്കും ഏറ്റവും കറക്റ്റായിട്ടുള്ളത്, മറ്റേയാളുടേതായിരിക്കില്ല എന്ന് ചിന്തിക്കുക. നിങ്ങൾ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കണം. അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉള്ളതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട. ഇപ്പോൾ ചെറിയ മക്കളുള്ള അമ്മമാരൊക്കെ എക്സാമിന് ചെന്ന് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ കുട്ടി ഇപ്പോൾ വീട്ടിൽ കരയുണ്ടാവോ, അതായിരിക്കുമോ ഇതായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നിന്നാണ്. അങ്ങനെയൊന്നും ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എക്സാം എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആൻസറൊക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ നെഗറ്റീവ് അടിച്ചിട്ട് എത്ര മാർക്കാണ് കളയുന്നത് അല്ലേ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവരും എക്സാം ഹാളിലേക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ. അപ്പോൾ വെള്ളം കൊണ്ടുപോകാൻ മറക്കരുത്. അത്യാവശ്യം വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ വെള്ളം കുടിക്കണ്ടേ, അപ്പോൾ വെള്ളം കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ദാഹമൊക്കെ തോന്നുമ്പോൾ വെള്ളം കുടിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്